എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് സമാന്തര ശ്രേണികളാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പം ഈ പലതരത്തിലുള്ള നമ്പർ പാറ്റേൺസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3. അടുത്തേതാണ് വരുന്നത് 4 ആണ് വരുന്നില്ലേ? പിന്നെ 5 വരും, 6 വരും, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുന്നത്. ദെൻ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10, 12 അല്ലെ? അങ്ങനെ പോവും. ദെൻ പിന്നെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1, 3, 5, 7, 9, 11 അല്ലെ? ആ ഒരു ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. ഇനി നോക്കിയേ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കണ്ടു 1, 2, 3, 4, 5, 6 ആണ്, അങ്ങനെ പോകും നാച്ചുറൽ നമ്പേഴ്സ്. അതിന്റെ ഹാഫ്, അതിന്റെ പകുതി വരുവാണെങ്കിൽ എങ്ങനെ വരും? 1/2 വരും. ദെൻ 2/2 തന്നെ 1 വരും. 3/2 എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആൻഡ് 1/2 ആണ്, നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ അടുത്ത് 4/2 വരുവാണെങ്കിൽ പിന്നെ 2 വരും അല്ലെ? ദെൻ 5/2 അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ എത്ര വരും? 16 വരും, 5ന്റെ വരുവാണെങ്കിൽ 25, 6ന്റെ 36. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ നമ്പേഴ്സിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു പാറ്റേണിൽ എന്താണ് ഒന്നാമത്തെ രണ്ടാമത്തെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് നമ്പർ സീക്വൻസ് എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സീക്വൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഓഡ് നമ്പറിന്റെ ഒരു സീക്വൻസ് ആണ്. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ അതിന്റെ ഒരു സീക്വൻസ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് നമ്പർ സീക്വൻസ്. മനസ്സിലായല്ലോ? ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ്. ദിസ് ഈസ് അക്കോർഡിംഗ് ടു സം റൂൾ. അതെങ്ങനെയാണ്? ചില റൂൾ ഉപയോഗിച്ചിട്ട് എഴുതുവാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം? നമ്പർ സീക്വൻസ് ആണ്. ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഇങ്ങനെ ക്രമമായിട്ട് എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഒരു പ്രത്യേക പാറ്റേണിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? പ്രത്യേക പാറ്റേണിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? നമ്പർ സീക്വൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇതുപോലെ നമുക്ക് പല രീതിയിൽ എഴുതാം. പല നമ്പേഴ്സിനെ നമുക്ക് എഴുതാം ഇല്ലേ? ഇപ്പം ഈവൻ നമ്പർ വേണമെന്നില്ല, ഓഡ് നമ്പർ വേണമെന്നില്ല, അല്ലെങ്കിൽ വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ തരത്തിലും വേണമെങ്കിൽ എഴുതാം. നമ്മൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 കഴിഞ്ഞിട്ട് 4 വേണമെങ്കിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഏത് വരും? 1ന്റെ കൂടി 3 ആഡ് ചെയ്തപ്പോഴാണ് 4 വന്നത്. അതിന്റെ കൂടി അപ്പൊ നെക്സ്റ്റ് നമ്മൾ 3 ആഡ് ചെയ്യണം, 7 വരും. ദെൻ 10. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ് സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ അല്ലെ? പഠിച്ചിട്ടില്ലേ? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ അല്ലെങ്കിൽ എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ബേസ് സ്ക്വയർ അല്ലെ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എങ്ങനെ വരും? ബേസ് 1 ആണ് അല്ലെ? ബേസ് സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് എങ്ങനെയാണ്? ഓൾട്ടിറ്റ്യൂഡ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2 ആണ് വരുന്നത് അല്ലെ? 2 വരും. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനൂസ് ആണ് ഇവിടെ വേണ്ടത്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ √2 ആണ് വാല്യൂ. മനസ്സിലായല്ലോ? അതിങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക. ഇവിടെ ഇപ്പൊ എത്ര വന്നു? √2 വന്നു. ഈ ഒരു സൈഡ് √2 വന്നു. പിന്നെ ഇവിടെ 1 മീറ്റർ ആണ്. ദെൻ അത് പിന്നെ അടുത്ത ഹൈപ്പോട്ടനൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു കേസിൽ എത്ര വരും? ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാ നോക്കുക, √2 ആണ്. √2 സ്ക്വയർ പ്ലസ് എത്ര വരും? 1 സ്ക്വയർ വരും അല്ലേ? ഇതിന് ഓൾറെഡി ഇവിടെ റൂട്ട് ഉണ്ട്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2 × 2 ആണ്. 2 + 1 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? √3 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? √3 വന്നു. മനസ്സിലായല്ലോ? ഇനി അതിനെ പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? √3 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരും? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് വരുന്നത്? അപ്പൊ √3യുടെ സ്ക്വയർ 3 ആണ്. 3 + 1 വരും. Then that is equal to √4 വരും. √4 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ ഇത് 2 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടം വരെ എത്തി. ഇനി ലാസ്റ്റ് ഇതും കൂടി ഉണ്ട്. ഇതും കൂടെ നമുക്ക് നോക്കാം. ഇത് എത്ര വരും ആൻസർ? നോക്കി ഇവിടെ 2 ആണ് വരുന്നത്. അപ്പം 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 4 + 1 അല്ലേ? 4 + 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √5 എന്ന് വരും. അപ്പം ഈ ചിത്രത്തിന്റെ ഒരു പാറ്റേൺ നമ്മൾ നമ്പേഴ്സ് വഴി എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? ആദ്യം അത് നോക്കുക, √2 ആണ് ഇല്ലേ? √2. പിന്നെ ഏത് വന്നു? √3 വന്നു ഇല്ലേ? അടുത്ത എത്ര വന്നു? 2 വന്നു.
ദെൻ √5 വന്നു. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഇതും എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻസ് ആണ്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം, അതിനൊരു നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയാം. ഇനി ആ നമ്പർ സീക്വൻസിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ ഒരു കൊതു കൊടുത്തിരുന്നു 1, 11, അതുപോലെ 21, 31. ഇതിന്റെ എന്താണ്, എല്ലാത്തിന്റെയും ലാസ്റ്റ് 1 ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, ആ 1-ൽ എൻഡ് ചെയ്യുന്ന, 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ 2-ൽ അവസാനിക്കുന്ന എഴുതണമെങ്കിൽ 2 എഴുതാം, ഇല്ലേ? 2 എഴുതാം, ദെൻ 12 എഴുതാം, 22, ഇല്ലേ? 22, 32 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ നമുക്ക് നമ്പേഴ്സിനെ ഏത് രീതിയിൽ എഴുതാം. അപ്പൊ ഈ രീതിയിൽ എഴുതിയിരിക്കും നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു. എങ്ങനെ പറയാം, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്ന് പറയാം. അതായത് 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയുള്ള ശ്രേണിയാണ് ഇതെന്ന് പറയാം. ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടെ പറയാം. അതായത് 10 കൊണ്ട് നോക്കുക, 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യയുള്ള ശ്രേണി എന്ന് നമുക്ക് ഇതിനെ പറയാം. അങ്ങനെ പറയാം, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 10. അതായത് ഓരോ സംഖ്യയും നമ്മൾ 10 കൊണ്ട് ഹരിക്കുക, 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. മനസ്സിലായോ? 1/10 റിമൈൻഡർ 1 അല്ലേ വരുന്നത്. 11/10 11/10 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1 വരും. 21/10 റിമൈൻഡർ 1 വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? 31/10 ഇതിനൊക്കെ ചെയ്ത് കഴിഞ്ഞാലും റിമൈൻഡർ എത്രയാണ്, 1 വരുന്നു. അപ്പൊ ഈ ഒരു ശ്രേണീനെ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിൽ നമുക്ക് 2 തരത്തിൽ പറയാം. എങ്ങനെ പറയാം? 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്ന് പറയാം. അതുപോലെ തന്നെ 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്നും പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ഏത് തരത്തിൽ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ഇന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടുന്ന എന്താണ് എണ്ണൽ സംഖ്യയുടെ ശ്രേണി എഴുതുക എന്ന് പറയും. അപ്പം അതനുസരിച്ച് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പം ഇതെല്ലാം എന്താണ്, സീക്വൻസ് ആണ്, നമ്പർ സീക്വൻസ് ആണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ ആൻസർ കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ സീക്വൻസിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാ ഇവിടെ നോക്കിയേ, വി മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ് കേട്ടോ. അത് എന്താണ്, ചെറിയ ഡോട്ടുകൾ വെച്ചിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ആണ് ഓരോ ത്രികോണത്തിലുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ ട്രയാങ്കിളിലും ഉള്ള അതിന്റെ ഡോട്ടുകളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്, ആദ്യത്തേൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ആദ്യത്തേൽ നമുക്ക് അതിന്റെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഇവിടെ നോക്കിയേ 3 അല്ലേ, ഇവിടെ 3 ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയേ, ഈ 3 ഇവിടെ ഉണ്ട്. ഓൾറെഡി ഈ 3 ഉണ്ട്, അതിന് കൂടത്തി അഡീഷണൽ ആയിട്ട് 3 കൂടെ വന്നു. മനസ്സിലായില്ല? അപ്പൊ 3 ഉണ്ട് ഓൾറെഡി, അതിന് കൂടത്തി ഒരു 3 കൂടെ വന്നു. മനസ്സിലായില്ല? അപ്പൊ എത്ര വന്നു? 6 ആയി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? ഈ 6 ഈ 3 ഇത് കണ്ടില്ലേ, ഈ 6 ഓൾറെഡി ഇവിടെ ഉണ്ട്. അതായത് 6 6 ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന്റെ കൂടത്തി അടുത്ത് എത്ര വന്നു? 4 വന്നു. അപ്പൊ എത്രയായി? 10 ആയി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഈ രീതിയിൽ ഒരു 3 പാറ്റേൺ കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്പർ എത്രയാണ്? 3 ആണ്. അതിന്റെ കൂട്ടത്തില് 3 ആഡ് ചെയ്ത് വന്നു. അപ്പൊ എത്രയാണ്? 6 വന്നു. ദെൻ അത് അടുത്തതിന്റെ കൂട്ടത്തിൽ എത്രയാണ് വന്നത്? 4 എണ്ണമാണ് വന്നത്. അപ്പൊ എത്ര വന്നു? 10 വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അടുത്ത എത്ര ആയിരിക്കണം പറഞ്ഞം? അടുത്ത ഈ 10 ഇല്ലേ, 10 എണ്ണം ഉണ്ട്. 10 എണ്ണം ഉണ്ട്. ആ 10ന്റെ കൂട്ടത്തിൽ എത്ര ഡോട്ടും കൂടെ പറഞ്ഞാൽ ഇവിടെ 4 എണ്ണം അല്ല, അപ്പൊ ഒരു 5 ഡോട്ടും കൂടെ ഇവിടെ വരും. 10ന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു 5 ഡോട്ടും കൂടെ വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞാൽ? അപ്പൊ 10 പ്ലസ് എങ്ങനെയാണ്? 10 പ്ലസ് 5 വരും, ദാറ്റ് ഈസ് 15 വരും. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത നമ്പർ ഏതാണ്? 15. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വരും 15 ആണ്. 15ന്റെ കൂടത്തി എത്ര എണ്ണം കൂടെ ആഡ് ചെയ്ത് വരണം? 6 എണ്ണം കൂടെ ആഡ് ചെയ്ത് വരണം. മനസ്സിലാവുന്നുണ്ടോ? 6 എണ്ണം കൂടെ ആഡ് ചെയ്ത്, അപ്പൊ 15 പ്ലസ് 6 വന്നു. 15 പ്ലസ് 6 വരുമ്പോൾ 21. മനസ്സിലായല്ലോ? 21 വന്നു. ഇനി അടുത്ത ഏതാണ്? 21 ആണ് ഇവിടെ വന്നില്ല. അപ്പൊ 21 ആണ്. 21ന്റെ കൂടത്തി അടുത്ത ഏത് വരണം? 7 എണ്ണം ആഡ് ചെയ്ത് വന്നു. മനസ്സിലാവുന്നുണ്ടോ? 7 എണ്ണം വന്നു. അപ്പൊ 21 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പൊ എത്രയാണ്? 28 അടുത്ത നമ്പർ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും.
മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് പോയിരിക്കുന്നത്. പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ ഇവിടെ എത്രയാണ്? 3 ആണ്. ഇവിടെ 3 അല്ലേ? പിന്നെ എത്ര ഒന്നുകൂടെ ആഡ് ചെയ്തു 4. അടുത്ത വന്നപ്പോ 4 എടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്തു 5 അല്ലേ? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് അത് പോയിരിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്? ഒരു നമ്പർ സീക്വൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അതായത് പർട്ടിക്കുലർ പാറ്റേണിൽ പോകുന്നതിനാണ് നമ്മൾ നമ്പർ സീക്വൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻസർ എങ്ങനെയാണ്? 3, 6, പിന്നെ 10, 15, 21, 28 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the sequence equilateral triangle, square, regular pentagon and so on of regular polygons form the following sequence. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ സംഖ്യാശ്രേണികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ്? ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെ? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. 3 വശങ്ങൾ ഒരുപോലെ ട്രയാങ്കിൾ ആണ്. സ്ക്വയർ ഉണ്ട്, പിന്നെ റെഗുലർ പെന്റഗൺ അല്ലെ? റെഗുലർ പെന്റഗൺ ഉണ്ട്, അതുപോലെ ഒരു ഹെക്സഗണും കേട്ടോ. അങ്ങനെ കുറച്ച് പെന്റഗണും ഒന്നുകൂടെ നോക്കാം, ഹെക്സഗണിന്റെയും കൂടെ നോക്കാം. അപ്പം അതിന്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള സീക്വൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് സൈഡ്. ഇത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡ് എത്രയാണ്? 3 ആണ്. സ്ക്വയർ വരുമ്പോൾ സൈഡ് 4 ആണ്. പെന്റഗൺ വരുമ്പോൾ സൈഡ് 5 ആണ്. ഹെക്സഗൺ വരുമ്പോൾ സൈഡ് 6 ആണ്. മനസ്സിലാകുന്നില്ല? അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. ഈ ബാക്കി കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഫിഗറും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. സ്ക്വയർ, റെഗുലർ പെന്റഗൺ, ഹെക്സഗൺ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതായത് അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കണം. ഓരോന്നിന്റെയും അകക്കോണുകളുടെ തുക. ഇവിടെ നോക്കി ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം ആ ഒരു കോണിന്റെ എത്രയാണ്? 60 ആണ് വരുന്നത്. അപ്പം ടോട്ടൽ എത്ര വരും? ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കേസിൽ വരുമ്പോൾ 180 ഇല്ല, 180 വരും 3 കൂടെ വരുമ്പോൾ. സ്ക്വയറിന്റെ ആകുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി ആണ് ഒരു ആംഗിൾ തോന്നി, ഒരു കോണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പൊ എത്രയാണ്? 360 വരും. പെന്റഗണിന്റെ കേസിൽ ഒരു ആംഗിൾ 108 ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്, എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലാണ്, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നർ ആംഗിളിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ, സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് n-2 into 180 എന്നൊരു ഇക്വേഷൻ. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ആ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. n-2 into 180 എന്നൊരു ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 8ാം ക്ലാസ്സിലാണ് തോന്നുന്നു പഠിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടെണ്ണം ഓൾറെഡി നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞത്. ഇപ്പം പെന്റഗണിന്റെ ഒക്കെ വരുമ്പോൾ സംശയം വരും, അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ്? n-2 into 180 എന്നാണ്. അപ്പൊ n ഇവിടെ എത്രയാണ്? എത്ര വശമാണ്? n എന്ന് വെച്ചാൽ വശങ്ങളാണ്. 5 -2 into 180. അപ്പൊ എത്ര വരും ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 180 എന്ന് വരും അല്ലേ? അപ്പൊ 3 into 180 എന്ന് വരുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 540 വരും. മനസ്സിലാവുന്നുണ്ടോ? 540 വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത് 540 വന്നു. മനസ്സിലായല്ലോ? ഇനി ഇത് ഹെക്സഗണിന്റെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. ഹെക്സഗൺ വരുമ്പോൾ 6 ആണ്. 6 - 2 into 180 that is equal to 4 into 180. അപ്പൊ എത്ര വരും? 4 into 180 എന്ന് വരുമ്പോൾ എത്ര വരും? 720 വരും അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത് 720. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മനസ്സിലായല്ലോ? അപ്പം സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ആ കോണുകളുടെ തുക. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ഈ ഒരു കേസിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ഇതിങ്ങനെ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഔട്ടർ ആംഗിൾ. ഇവിടെ ഇത് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇത് വരും ഔട്ടർ ആംഗിൾ. ഇവിടെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഔട്ടർ ആംഗിൾ വരുന്നത്. അപ്പൊ ഓരോന്നിനും ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ആംഗിൾ വരും അല്ലേ? എന്നിട്ട് ഇതാണ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഔട്ടർ ആംഗിൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്കറിയാം 360 ആണ് വരുന്നത് അല്ലേ? ഔട്ടർ ആംഗിളിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 360 ആണ്. അപ്പൊ എല്ലാത്തിനും 360 തന്നെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് അടുത്തത്? ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മളിവിടെ അകക്കോണുകളുടെ തുക ചെയ്തായിരുന്നല്ലോ. ഈ ട്രയാങ്കിളിന്റെ കേസിൽ അകക്കോണുകളുടെ അല്ലെങ്കിൽ ഇന്നർ ആംഗിളിന്റെ തുക എത്രയാണ്? 180 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 180/3 ചെയ്താൽ മതിയല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ 180/3 വരുമ്പോൾ 60 വരും. മനസ്സിലായല്ലോ? അപ്പം ഇതിവിടെ നോക്കിയേ, ഇവിടെ എല്ലാത്തിനും കൂടെ ടോട്ടൽ എത്രയാണ്? 360 ആണ്. 360 എത്ര വരും? 4 വരും. ദാറ്റ് ഈസ് 90 വരും. അടുത്തത്
ഇവിടെ എല്ലാത്തിൻ്റെയും തുക എത്രയാണ്? 540 ആണ്. 540 ഡിവൈഡ് ബൈ എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? 108 വരും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എത്രയാണ്? ടോട്ടൽ ഇന്നർ ആംഗിൾ എത്രയാണ്? 720 ആണ് അല്ലേ? 720 ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. മനസ്സിലാവും? അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ഔട്ടർ ആംഗിൾ ആണ്, ഒരു പുറംകോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ. അപ്പം എല്ലാ പുറംകോണുകളുടെയും തുക നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഔട്ടർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ 360 ആണ് ആദ്യത്തെ കേസ്. ട്രയാംഗിൾ വരുമ്പോൾ 360. അപ്പോൾ ടോട്ടൽ എന്താണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡ് ബൈ എത്ര ചെയ്യണം? 3. ട്രയാംഗിൾ ആകുമ്പോൾ 3 ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എത്ര വരും? 120 വരും. 120 ഡിഗ്രി വരും. മനസ്സിലായല്ലോ? അടുത്ത സ്ക്വയറിൻ്റെ കേസിലും ടോട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 360 ആണ്. 360 ഡിവൈഡ് ബൈ 4 ചെയ്യുക. ക്ലിയർ ആയല്ലോ? 360 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കിട്ടി. മനസ്സിലായല്ലോ? അടുത്ത പെൻറ്റഗണിൻ്റെ 360 ആണ്. 360 ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 72 ഡിഗ്രി വരും. ദെൻ അടുത്ത് ഹെക്സഗൺ വരുമ്പം അതും ടോട്ടൽ എന്ന് പറഞ്ഞാൽ 360 ആണ്. ടോട്ടൽ ഔട്ടർ ആംഗിൾ 360 ആണ്. 360 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇതവിടെ നോക്കിയേ, നമുക്ക് ഈ ടോട്ടൽ ഇവിടുത്തെ ലീനിയർ പെയറിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 180 ആണ് വരുന്നത്. അപ്പോൾ 180 നമുക്കൊരു ഇന്നർ ആംഗിൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. ആ 180 ഇവിടുത്തെ ഈ ഒരു ഇന്നർ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടില്ല, ഒരു ഔട്ടർ ആംഗിൾ കിട്ടുമല്ലോ. അതായത് ഇതിൻ്റെ കേസിൽ ടോട്ടൽ 180 ആണ്. അപ്പോൾ 180 ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? 60 ആണ്. കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 120 വരും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഇതുപോലെ തന്നെ അല്ലേ? ഇവിടെ എത്രയാണ് വരുന്നത്? ടോട്ടൽ ഇവിടെ 180 ആണ്. അപ്പോൾ 180 നമുക്ക് 90 കുറയ്ക്കുക. 90 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 90 തന്നെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇത് ഇവിടെ നിന്ന് വരുമ്പം 180 ആണ്. 180 മൈനസ് ഒരു ഇന്നർ ആംഗിൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. 108 കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ 180 മൈനസ് 108 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. എണ്ണൽ സംഖ്യകളുടെയും അതുപോലെ ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരണം, 2 വരണം. അപ്പോൾ അങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതാമല്ലോ. മൾട്ടിപ്പിൾസ് ഓഫ് 3 എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 0 അല്ലേ? 0 ദെൻ 3 പിന്നെ എത്ര വരും? 6 വരും, 9 അല്ലേ? 12 അല്ലേ? എക്സെട്ര. അപ്പോൾ ഈ രീതിയിൽ പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്? നമ്മളിതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഇതുപോലെ റിമൈൻഡർ 1 വരുന്നത്. റിമൈൻഡർ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് ആഡ് ചെയ്യണം. +1 ആഡ് ചെയ്യുക അല്ലേ? +1 ആഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. അപ്പോൾ ഇത് വരും, ഇവിടെ 1 വരും, ദെൻ 4, 7, ദെൻ 10, 13 എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു നമ്പറിനെ എല്ലാം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുമല്ലോ. ശരിയല്ലേ? 1/3 1 റിമൈൻഡർ വന്നു. 4/3 ഇല്ലേ? 4/3 നമ്മൾ ചെയ്യുന്നു. 1 റിമൈൻഡർ വന്നു. മനസ്സിലായല്ലോ? ദെൻ 7/3 ഇല്ലേ? 7/3 നോക്കിയേ, റിമൈൻഡർ 1 വന്നു ഇല്ലേ? അപ്പോൾ ഇതെന്താണ്? റിമൈൻഡർ 1 വന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 വന്നു. അപ്പോൾ ഇതൊരു ശ്രേണിയായി. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? +2 ആഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൂടെ +2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും. 2 ഇവിടെ 5 ദെൻ അടുത്ത ഇത് വരും 8, 11 അല്ലേ? പിന്നെ 14. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇങ്ങനെ പോകും. അപ്പോൾ ഇതിന് നോക്കിയേ, ഇതിനെല്ലാം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരും. അതുപോലെ തന്നെ 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്രയാണ് വരുന്നത്? റിമൈൻഡർ ഇവിടെ 2 വന്നു. അപ്പോൾ 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര വരും? റിമൈൻഡർ 2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സീക്വൻസ് എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ അവിടെ 2 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നത് നമുക്ക് കിട്ടി, സീരീസ് കിട്ടി. അതുപോലെ തന്നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 2 വരുന്ന ഒരു സീരീസും നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ചെയ്ത് തന്നെ നോക്കുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പം ഇത്രയും ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സീക്വൻസ് നമ്പർ സീക്വൻസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയാണ് ആ സീക്വൻസ് എഴുതേണ്ടതെന്നും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ബാക്കി പാട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക്